കാര്യം പറയാനുണ്ട്. പിന്നെ യൂട്യൂബിലുള്ള ഇപ്പഴേ ഓർത്തത് കേട്ടോ, പുളികാപ്പൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ആ ചേട്ടന്റെ യൂട്യൂബ് ചാനൽ നമ്മുടെ കുഞ്ഞാമ്പു ഇത് കഴിച്ചിട്ട് ടേസ്റ്റ് പറയുന്നതാണ്. കുഞ്ഞാ ഇതിനകത്തോട്ട് ആ മുട്ട ഇങ്ങനെ പൊട്ടിച്ചങ്ങ് കഴിക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും NCK ഫാമിലി വ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ രാവിലെ ചെറിയൊരു വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു. മോർണിംഗ് വ്ലോഗ്. രാവിലെ പണിയില്ല, ഞായറാഴ്ച അല്ലേ, അപ്പൊ രാവിലെ ചെറിയ ഞങ്ങൾ രാവിലെ എന്തോ ഉണ്ടാക്കുന്നേ? രാവിലെ ദോശ ഉണ്ടാക്കി. ഇന്ന് എഴുന്നേക്കാൻ ലേറ്റ് ആയി പോയി. അപ്പൊ മൈദ വെച്ചിട്ട് നമുക്ക് കോരി ഒഴിച്ച് ദോശയാക്കാം എന്ന് വേറെന്തെങ്കിലും ഉണ്ടാക്കണമെന്നൊക്കെ വെച്ചിരുന്നതാണ്, പറ്റിയില്ല. ഉച്ചക്കത്തേക്ക് ചോറാണ്, പിന്നെ വേറെ വെള്ളത്തിൽ അതെന്ത്? അത് സോയാബീൻ പൊരിക്കും. സോയാബീൻ പൊരിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ. ഞാൻ കഴിഞ്ഞ കോളേജിലെ രണ്ട് ഒരാളല്ലേ എന്നോട് പഠിക്കുന്ന നാസി, അവള് എന്താ സോയാബീൻ പൊരിച്ചത് കൊണ്ടുവരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പിന്നെ ഇപ്പൊ അതിനെ അഡിക്റ്റാ. അത് നല്ല ടേസ്റ്റ്. അത് എനിക്ക് നേരത്തെ അത് കഴിക്കുമ്പോ എന്തോ ഒരു ചൊവയൊക്കെ തോന്നും അതിന്റെ. പക്ഷെ ഇപ്പൊ അത് കഴിച്ച് അതിന് അഡിക്റ്റ് ആയി. അപ്പൊ ഞാനിപ്പോ അതെപ്പോഴും മേടിക്കും. ഞാൻ ഇന്നലെ 2 ദിവസം മേടിച്ചായിരുന്നു. അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ സോയാബീൻ ഞാനങ്ങനെ പൊരിച്ച് കഴിച്ചിട്ടില്ല. നമ്മളിങ്ങനെ കറിയൊക്കെ വെക്കുമല്ലോ, കറിയൊക്കെ വെച്ചിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്കങ്ങനെ ഉണ്ടാക്കാൻ അന്നങ്ങനെ റെസിപ്പി ഉണ്ടാക്കി, അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഇത് ഒന്നിന് ഒരു പാക്കറ്റിന് 10 രൂപ മേടിച്ചിട്ടുണ്ട്. അതുണ്ടാക്കാൻ നമുക്കൊന്ന് ചെറുതായിട്ട് അതിന്റെ റെസിപ്പി കൂടെ കാണിച്ചു തരാം. മോനിക്ക് നല്ല ഇഷ്ടം അത്. അവന് എന്താ സ്കൂളിൽ കൊണ്ടുപോകാൻ ഒരുപാട് കൊണ്ടുപോകും. വരുമ്പോ തന്നെ ചോദിക്കും, അത് പറയൂലല്ലോ ആള്, സംസാരിക്കാൻ ചെറിയ സ്പീച്ച് തെറാപ്പി ചെയ്യുന്നുണ്ട് അവർക്ക്. അപ്പൊ വരുമ്പോഴേ എന്നോട് ചോദിക്കും, ഇങ്ങനെയൊക്കെ കാണിക്കും, ഇങ്ങനെ ആംഗ്യ ഭാഷ കൂടുതൽ. അപ്പൊ എനിക്ക് മനസ്സിലായി സോയാബീനാണെന്ന്. അപ്പൊ ആൾക്ക് രാവിലെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതെന്നല്ലേ മേടിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലെ എന്നോട് പറഞ്ഞു വെച്ചേക്കും, ഞാൻ പറഞ്ഞു ഓക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെന്നൊക്കെ കൊടുത്ത് ഇത് ഉണ്ടാക്കണം. പിന്നെ രാവിലെ കഴിക്കാൻ മൈദദോശ, പിന്നെ കടലക്കറി ഉണ്ടാക്കണം. മീൻകറി ഉണ്ടായിരുന്നു. മീൻകറി അത് 3 ദിവസം നമ്മള് പഠിച്ചിട്ടില്ലേ. 3 ദിവസം മീൻകറി പിന്നെ ഇരിക്കും തോറും അതിന്റെ വീര്യം കൂടുന്ന പറഞ്ഞാൽ പഴകും തോറും അതിന്റെ ടേസ്റ്റ് കൂടൂല്ലേ. അതെ, ആ മീനെ കൂട്ടൂല, കടമീന്, മറ്റേ മങ്കട എന്നൊക്കെ പറയില്ലേ. മങ്കട ഓരോ നാട്ടിലും ഓരോ പേരാണ്. അപ്പൊ 3 ദിവസം കൊണ്ട് ഇക്ക തന്നെ ഇട്ട് കഴിക്കുന്നുണ്ട്. ചാറിയുണ്ട്, വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പൊ സോയാബീൻ അതിനകത്ത് ഇടുകയാണ് കേട്ടോ. സോയാബീൻ നമ്മളപ്പോ ആ വെള്ളത്തിലോട്ട് ഇട്ട് കേട്ടോ, വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഇത് വരുന്നുണ്ട് അല്ലേ. ഇനി ഓഫ് ചെയ്യണേ. ഇനി അത് ഓഫ് ചെയ്തേ. ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഉള്ളൊക്കെ അതൊക്കെ ഒന്നേ വെള്ളം പിടിക്കണം. വെള്ളം ഇല്ലേ, വെള്ളം പിടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആവണം. ഇതിപ്പോ ഹാർഡ് ആയിട്ടിരിക്കല്ലേ, അതിപ്പോ ഇനി സോഫ്റ്റ് ആവും. പക്ഷെ നല്ല സോയാബീൻ കേട്ടോ, ഇങ്ങനത്തെ വലുത് മേടിക്കരുത്, അതുണ്ടല്ലോ ഒത്തിരി കുക്ക് ആവൂല ഉള്ളേ. നമ്മള് കഴിക്കുമ്പോഴും അതൊരു കട്ടി തോന്നിക്കും. പക്ഷെ ഇതാണെങ്കിൽ നല്ല സോഫ്റ്റ്. നമ്മള് കഴിക്കുമ്പോ തന്നെ നല്ല, ഇപ്പൊ തന്നെ ഇത് സോഫ്റ്റ് ആയിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് മസാലയൊക്കെ മസാല 5 മിനിറ്റ് ആ വെള്ളത്തിൽ ഇരിക്കട്ടെ. അന്ന് കാണിച്ചത് വെള്ളം വലിച്ചെടുക്കുന്നുണ്ട്, അബ്സർവ് ആവുന്നുണ്ട്. അത് അകം കുക്കാവും. അകം ഇങ്ങനെ വെള്ളം വലിച്ചെടുത്തിട്ടുണ്ട്. സോയാബീൻ അത് മറ്റേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോ ഉച്ചക്കത്തെ ചോറ് കഴിക്കണ്ടേ, ചോറ് കഴിക്കാൻ അരി വെള്ളം തിളച്ചിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് അരി വെള്ളത്തിലിട്ടു. ചോറും വെച്ച് നമുക്ക് ഇന്ന് സോയാബീനും പൊരിക്കാം. എനിക്കാണെങ്കിൽ ഒന്ന് വേങ്ങരയ്ക്ക് പോവുകയും ചെയ്യണം, മറ്റേ തുണി തയ്ക്കാൻ കൊടുത്തേക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ടൊന്ന് പോകണം. അപ്പൊ നമ്മള് സോയാബീനുള്ള മറ്റേ മസാലയൊക്കെ ചേർക്കും. അതിൽ വെള്ളം വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വെള്ളം നമുക്ക് കളയാം. ഇച്ചിരി കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു 3-4 വട്ടം കഴുകി എടുക്കണം. അതല്ലെങ്കിൽ അതിന്റെ ഒരു സ്മെല്ല് വരും ഈ സോയാബീന്റെ. എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഞാൻ 2-3 വട്ടം അതിന് കഴുകി എടുക്കുന്നുണ്ട്. ചിലർക്ക് ഇഷ്ടപ്പെടില്ല. വെള്ളമൊക്കെ ഊറ്റിക്കള കേട്ടോ. ഇങ്ങനെ പിഴിഞ്ഞ് വെള്ളം കൂടെ കളഞ്ഞ് നല്ലതായിരിക്കും. ഇപ്പൊ ഇതിലെ വെള്ളമാണല്ല എല്ലാം പിഴിഞ്ഞ് നമ്മൾ വേറെ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. സോയാബീനുള്ള മസാലയൊക്കെ അല്ലേ. അതെ, മഞ്ഞൾപ്പൊടി ഇട്ട് അതിന്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളകിന്റെ പൊടി എത്ര? 1.5 സ്പൂൺ. 1.5 ഒന്നും ഇല്ല, അതൊരു 1/2 സ്പൂൺ ഇട്ടാ. 1/2 സ്പൂൺ. ഇനി അടുത്തായിട്ട് നമുക്ക് കോൺഫ്ലവറിന്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ നമുക്ക് അരിപ്പൊടി അത് ഒരു 3/4 സ്പൂൺ ഇട്ടാൽ മതി.
ഒരു 3/4 ടീസ്പൂൺ അരിപ്പൊടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ട് കൈ കൊണ്ടോ എങ്ങനെയാണെങ്കിലും മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ആ സോയ ചങ്ക്സ് ഇല്ലേ, അത് ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. ഇതിന് കളർ വന്ന് ഞങ്ങളിത് കാശ്മീരി മുളക് പൊടി ചേർത്തേക്കുന്നത് കേട്ടോ, അതാ ഇത്ര കളർ വന്നേക്കുന്നേ. പിന്നെ ഫുഡ് കളർ ആഡ് ചെയ്യണമെങ്കിൽ കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അത് ഓപ്ഷനിലാണ്. വെള്ളം ഞാൻ ചേർത്തിട്ടില്ല. ആ സോയ ചങ്ക്സിൽ വെള്ളം ഉണ്ടല്ലോ, അത് വീർത്തിരിക്കുകയല്ലേ, നല്ല വെള്ളം അബ്സോർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കടലയൊക്കെ പൊരിച്ച് കഴിക്കുന്ന പോലെയൊക്കെ ഇരിക്കും. അത് ഇത് ചോറിനോട് മാത്രമല്ല, ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ചായക്ക് നമ്മള് ഈ ചായക്കടിയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ കൂടെ ഒക്കെ നല്ലതാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, വേറെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. മോനിക്കും നല്ല ഇഷ്ടമാണ്. അപ്പൊ കൂടുതൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കാത്തത്, കാരണം എണ്ണ പൊരിച്ചെടുക്കുന്നതായതുകൊണ്ട് കൂടുതൽ. പക്ഷെ ടേസ്റ്റ്, അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം പുറം നല്ല ക്രിസ്പി, ഉള്ളു നല്ല സോഫ്റ്റുമാണ്. അപ്പൊ നമ്മൾ ബീഫ് ഒക്കെ പൊരിച്ചത് കഴിക്കൂല, ഞാൻ ബീഫ് അങ്ങനെ കഴിക്കാറില്ല. എന്നാലും അത് ചെറുതായിട്ടൊക്കെ അതിന്റെ ഒരു ടേസ്റ്റ് വരും. തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബീഫിന്റെ ഒക്കെ ടേസ്റ്റ് വരാറുണ്ടെന്ന്. ഇത് നമ്മള് വറുത്ത് വരുമ്പോ ഇതിനകത്ത് രണ്ടു കറിവേപ്പില ഒക്കെ ഇട്ട് വറുത്ത് മറ്റേ ഈ വെളുത്തുള്ളിയൊക്കെ, ചിക്കന് 65 വെളുത്തുള്ളി കറിവേപ്പിലയൊക്കെ അരിഞ്ഞൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് വറുത്ത് എണ്ണ നമ്മള് ഇത് ഇടൂല്ല, എണ്ണ ഇടുമ്പോ അതിന്റെ കൂടത്തിൽ വെളുത്തുള്ളിയും കറിവേപ്പിനോട് ഇട്ട് നമ്മൾ അങ്ങനെ വറുത്ത് വരി കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലതായിരിക്കും അല്ലേ. 4 മണിക്കൊക്കെ ചായയൊക്കെ നല്ല. അപ്പൊ അങ്ങനെ നമ്മളെ ഇത് വറുത്ത് വരാനായിട്ട് ചീനച്ചട്ടി അവിടെ അടുപ്പത്ത് വെച്ചേക്കാണ്. ഷെഹ്മോൾ അടുപ്പത്ത് വെച്ച് ഇനി അത് ഓയിൽ ഒഴിക്കുകയാണ്. എന്താ ഓയിൽ വേണേലും ഒഴിക്കാം. എൻ്റെ പാം ഓയിലാണ് ഉള്ളത്, അപ്പോൾ ഞാൻ അതാ ഒഴിച്ചു കൊടുക്കണത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ഇട്ട് കൊടുക്കാം. ഫോൺ മാറ്റി പിടിച്ചേക്കാം, എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. അല്ല എന്റെ ഫോണിലെ ക്യാമറ ഒക്കെ ഫ്രൈ ആയിപ്പോയി. അതങ്ങനെ മൊത്തം ഇടുന്നില്ല, പെട്ടെന്ന് പിന്നെ കുക്ക് ആയിക്കോളും. മതി, ഇനി അടുത്ത ട്രിപ്പിനോടുള്ള. അപ്പം അതങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. സോയാബീൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്, വെന്തുകൊണ്ടിരിക്കുകയാണ്. അല്ല വെന്തല്ല, പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാട്ടെ കഴിച്ചാ പോരെ. അങ്ങനെ സോയാബീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒരു ഭാഗം കുക്കായിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൂടെ ആക്കി കുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എണ്ണയിൽ ഇത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ, ഇത് ഒട്ടിപ്പിടിക്കത്തില്ല. അലൂമിനിയം പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, എന്നാലും ഒട്ടിയൊന്നും പിടിക്കൂല. കാരണം സോയാബീൻ ഒരു ഭാഗം കുക്കായിട്ടുണ്ട്, ഇനി അപ്പുറത്തെ ഭാഗവും ഞാൻ കുക്കാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല, എണ്ണയിൽ ഒട്ടിപ്പിടിക്കില്ല. ഇത് അലൂമിനിയം പാത്രമാണ്. നമുക്ക് ഒട്ടിപ്പിടിക്കാത്തതിന് കാരണം നമ്മൾ ഇതിൽ കോട്ടിംഗ് ആയിട്ട് എടുത്തേക്കുന്നത് കോൺഫ്ലവറും അരിപ്പൊടിയും ഇല്ലേ, അതിൻ്റെ മിക്സ്, അതുകൊണ്ട് ഇതിനകത്ത് ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ ചിലപ്പോൾ ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാറുണ്ട്, അത് ഞാൻ മൈദ യൂസ് ചെയ്യും, അപ്പോഴാണ് ഒട്ടിപ്പിടിക്കണത്. ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇനി വേണമെങ്കിൽ ഒന്നുകൂടെ കുക്കാക്കാം, ഒന്നും കൂടെ മൊരിച്ചെടുക്കാം. അങ്ങനെ ആക്കുമ്പോൾ ഒത്തിരി അങ്ങ് കട്ടിയാവും, പിന്നെ അതങ്ങ് കരിയാറാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ആകുമ്പോൾ സോഫ്റ്റ് ആയിരിക്കും. മോനിക്കും കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. സോയാ ചങ്ക്സ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. ഇനി കോരി മാറ്റുക. നമ്മളെ സോയാബീന് ഫസ്റ്റ് ട്രിപ്പ് പൊരിച്ചെടുത്തത് നമ്മളൊരു ടിഷ്യൂ പേപ്പർ, ഒരു പ്ലേറ്റിന് ഉണ്ടാക്കി ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ട് അതിന് ഉണ്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എണ്ണ ഉണ്ടെങ്കിൽ അബ്സോർവ് ആവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു കടി കഴിച്ച് കണ്ടിങ്ങനെ ഇരിക്കും. നമ്മൾ എണ്ണ പിടിക്കുന്നു, പക്ഷെ എണ്ണ പിടിക്കത്തില്ല, എണ്ണ പിടിക്കത്തില്ല. നല്ല സോഫ്റ്റ്, ഉള്ളു സോഫ്റ്റും പുറമെ നമ്മൾ അരിപ്പൊടി ഇട്ടുകൊണ്ടാണ് ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. ഇത് എണ്ണ പിടിച്ചിട്ടില്ല കേട്ടോ. എണ്ണ ഇതിങ്ങനെ ടിഷ്യൂ പേപ്പർ അല്ലെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഈ ചിപ്സ് ഒക്കെ നമ്മൾ വറുത്ത് വരുമ്പോൾ നമ്മൾ ഈ ആദ്യം പേപ്പറിനകത്താണല്ലോ ഇടുന്നത്, അത് ആ എണ്ണയുടെ ഒരു ഇത് മാറാൻ വേണ്ടി. അപ്പം അതുപോലെ ഒരു പേപ്പറിനകത്ത് വല്ല ഇങ്ങനെ വിരിച്ചിട്ടിട്ട് പിന്നെ നമ്മളത് സെർവ് ചെയ്താൽ മതി. എണ്ണ ഒഴിച്ചിട്ടില്ല, ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ അബ്സോർവ് ആവും. ഒത്തിരി എണ്ണ ഇതിനകത്തായിട്ടില്ല. പിന്നെ അടുത്തത് ഷെഹ്മോൾ അവിടെ ഇങ്ങനെ പൊരിച്ചോണ്ടിരിക്കുകയാണ്. അടുത്ത ബാച്ച് അപ്പൊ അതുകൂടെ ഉള്ളു, അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കലാസ്.
പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കണം. ഗോതമ്പ് ദോശ ഉണ്ടാക്കണം. കടലക്കറി കുറച്ച് ഇരിപ്പുണ്ട്. കടല് ഇന്നലെ വെള്ളത്തിൽ ഇട്ടില്ല. അല്ല, ഇന്നലത്തെ കറി ഞങ്ങള് പൊരിച്ച് അതിനകത്തോട്ട് തട്ടി കാണാൻ നല്ല സ്റ്റൈലുണ്ട് അല്ലേ? കഴിക്കാനും കാണുന്ന പോലെ അല്ല, കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ്, നല്ല സൂപ്പർ സാധനം. ഇക്കാട് ദോശ ഉണ്ടാക്കുന്നത് ഇക്കാടെ സ്പെഷ്യൽ ദോശയാണ്. അപ്പൊ അതിലേക്ക് 3 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 അല്ല, 5 ഉണ്ടെന്ന് തോന്നുന്നല്ല, 5 സ്പൂൺ. ഓക്കെ. ഇക്കതെ മുട്ട കഴുകുന്നുണ്ട്. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. ഇക്കടെ സ്പെഷ്യൽ ദോശയാണ്. സൂപ്പർ ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇക്കാൻ്റെ ഈ ദോശ. അതെ, പൊട്ടിച്ചൊഴിച്ചു. ഇനി ഇക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടേ. 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യണം. വെള്ളം ഒഴിച്ചാണ് മിക്സ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട്. അതെ, ഇക്ക നന്നായിട്ട് കുക്കൊക്കെ ചെയ്യും. അത് തോന്നണമെന്നേ ഉള്ളൂ. ചില സമയത്തല്ലേ ചെയ്യൂലേ? കിഴങ്ങറി വെക്കൂലേ? ഞാൻ എനിക്ക് രാത്രി ചപ്പാത്തി കിഴങ്ങറി ഉണ്ടാക്കി തന്നെ സർപ്രൈസിലായിട്ട്. തോന്നുമ്പോ ചെയ്യും, അതേ ഉള്ളൂ. അതെ. ഹെൽത്തി അല്ല, ക്യാഷ് നന്നായിട്ട് ഇറങ്ങും. ഓക്കെ, വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഇക്ക എന്നാ മറ്റേ അത് വെച്ചിട്ട് മിക്സ് ചെയ്ക്ക്, ഫോർക്ക് ഇട്ടിട്ട് മിക്സ് ആക്കൂലേ? അപ്പൊ ഇക്കത് മിക്സ് ചെയ്യാണ്. ഫോർക്ക് എടുത്ത് മറ്റേ ആ ബിസ്ക് അല്ലേ, അത് വെച്ചിട്ട് പറ്റണില്ല അങ്ങോട്ട്. അതായത് പറ്റുന്നേ ഒട്ടാഴിക്കല്ല, അത് ഒട്ടിപ്പിടിക്കുന്നുണ്ട് ഈ മൈദ. അതെ, വെള്ളം കുറവായിട്ട് അതിനകത്ത് വെള്ളം കൂട്ടി നല്ല ഇതാക്കി ദോശപ്പരുവ് ആക്കുവാണെങ്കിൽ ഓക്കെ ആവും. അത് വെച്ചിട്ടാക്കുമ്പോ ബീറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ ആദ്യത്തെ ബാച്ച് ഞങ്ങൾ ദോശ ഒഴിച്ച് ശരിയായി ഇതായിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാപ്പ് വരുന്നുണ്ട്. രാവിലെ ഉണ്ടാക്കി തരാനോ? നമുക്ക് പണി തരും കേട്ടോ, രാവിലെ ഇത് ഉണ്ടാക്കി കൊടുക്കാന്. ഉണ്ടാക്കിട്ടുണ്ട് സർപ്രൈസ്. ഫ്രിഡ്ജിലാ കളി, നോക്കിക്കേ. എടുത്തോ. സ്പൂൺ എടുത്തിട്ട് വരാം കുഞ്ഞാ. ഓരത് ഭയങ്കര ഇഷ്ടം. ഇത് അന്ന് ഉണ്ടാക്കിയപ്പോ ഇവന് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞില്ലേ എണ്ണ പിടിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? കണ്ടോ, ഇപ്പൊ അത് കണ്ടാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. എണ്ണ ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ കുഞ്ഞാമ്പു ഇത് കഴിച്ചിട്ട് ടേസ്റ്റ് പറയുന്നതാണ്. കുഞ്ഞാ, ടേസ്റ്റ് പറഞ്ഞേ. എങ്ങനെയുണ്ട്? സൂപ്പർ എന്ന് പറഞ്ഞേ. ഒരു സംസാരിക്കാൻ ഇത് വെച്ചുണ്ടാകും. എല്ലാം ആംഗ്യ ഭാഷയാ. സ്പീച്ച് തെറാപ്പി ചെയ്തോണ്ടിരിക്കുക. അപ്പൊ എല്ലാം ശരിയാവും. അപ്പൊ എന്റെ കുഞ്ഞു ഒരു ഹായ് കൊടുത്തേ. ഹായ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ അന്ന് വെച്ച് കൊടുത്തപ്പോ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട്. രാവിലെ ഫ്രിഡ്ജിലെ വെള്ളം കൊടുക്കണോ? തക്കടു കുട്ടിയുടെ സുന്ദരിപ്പണ്ണ ആരാ? ഓ, ഞാനാണോ? നിങ്ങളുടെ തക്കടുകൊണ്ടാരാ ആരാ? പറ. എങ്ങനെയുണ്ട് വെള്ളം? തക്കടുകൊണ്ടാരാ ആരാ? എല്ലാം നാനോ. ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങള് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തോ ഇനി ഞാൻ മാവ് ഒഴിക്കാൻ എന്താ വേണ്ട കുഞ്ഞാ? അത് മതിയാവും. കട്ടി വരച്ചെടുക്കണം, അല്ലെങ്കിൽ അത് ഭയങ്കര കട്ടി കഴിക്കും. ഞങ്ങള് കഴിക്കാൻ പോവാണ്. എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്നലത്തെ പൊറോട്ട കേട്ടോ. ഇന്നലെ പൊറോട്ട മേടിച്ചായിരുന്നു. അപ്പൊ അതിന്റെ അത് മതി. എനിക്കും കുഞ്ഞാപ്പിനും ദോശ അത്ര ഇഷ്ടമല്ല. ഇഷ്ടമാ, പക്ഷെ പൊറോട്ട ഉണ്ടെങ്കിൽ അത്ര കഴിക്കില്ല. അപ്പൊ കുഞ്ഞാപ്പിനും അത് തന്നെ മതിയെന്ന് പറഞ്ഞു. കുഞ്ഞാ ഒരു ഹായ് കൊടുത്തേ. കുഞ്ഞാ ഹായ് കൊടുത്തേ. കാര്യം പറയാനുണ്ട്. പിന്നെ യൂട്യൂബിൽ
കൂടെയുള്ള ഇപ്പോഴാണ് ഓർത്തത് കേട്ടോ. പുളികാപ്പൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ യൂട്യൂബ് ചാനൽ തുംകേഷ് പുളികാപ്പൻ തുംകേഷ് എന്ന് പറഞ്ഞാൽ ചേട്ടാ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്. ആ ചേട്ടനാണെങ്കിൽ ഞങ്ങളോട് എനിക്ക് ഒരു കമന്റിൽ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സേമിയന്റെ ഒരു ഡെസേർട്ടിന്റെ കാര്യം. അത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ അത് കണ്ടിട്ട് അതേപോലെ തന്നെ ഉണ്ടാക്കി. ഒരുപാട് സന്തോഷമായി. ഞങ്ങൾ കമന്റിൽ കൂടെ ചോദിച്ചായിരുന്നു ആ ചേട്ടനോട് എങ്ങനെ ഉണ്ടായിരുന്നു അതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പുളികാപ്പൻ തുംകേഷ് എന്ന് പറയുന്നത് ചേട്ടൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. കൂടുതൽ ചേട്ടന് വീട്ടിലെ ബ്ലോഗുകൾ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ